അസറിന് ശേഷം ഉറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ഇസ്ലാമിക പാരമ്പര്യത്തിലും വൈദ്യശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളിലും അഭിപ്രായങ്ങളുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ: 1. ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ. അസറിന് ശേഷമുള്ള സമയം പകൽ അവസാനിക്കുന്ന സമയമാണ്. ഈ സമയത്തെ ഉറക്കമുണരുമ്പോൾ പലരിലും മനോവിഷമം, മടി, തലവേദന, അസ്വസ്ഥത എന്നിവ ഉണ്ടാക്കാറുണ്ട്. ഇത് മനസ്സിനും ശരീരത്തിനും ഒരുതരം മന്ദത, ഡൾനെസ് നൽകുന്നു എന്ന് അനുഭവസ്ഥർ പറയാറുണ്ട്. 2. ആരോഗ്യപരമായ വശങ്ങൾ. ആയുർവേദം, പരവൈദ്യം. വൈദ്യശാസ്ത്രപരമായ ചില നിരീക്ഷണങ്ങൾ പ്രകാരം സന്ധ്യാസമയത്തോട് അടുത്തുള്ള ഉറക്കം ശരീരത്തിന്റെ ദഹന പ്രക്രിയയെയും ഉറക്കചക്രത്തെയും സ്ലീപ്പ് സൈക്കിൾ ബാധിച്ചേക്കാം. ഇത് രാത്രിയിലുള്ള ഉറക്കം തടസ്സപ്പെടുത്താൻ കാരണമാകും. 3. ഹദീസുകളിലെ പരാമർശം. അസറിന് ശേഷം ഉറങ്ങുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ചില ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും അസർ നമസ്കാരത്തിനു ശേഷം ഉറങ്ങുകയും അവന്റെ ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിക്കുകയും ചെയ്താൽ അവൻ തന്നെയല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. എന്നിരുന്നാലും ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ നിവേദന പരമ്പരയുടെ അടിസ്ഥാനത്തിൽ ദഹീഫ്, ദുർബലമായത് ആണെന്നാണ് പ്രമുഖ ഹദീസ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹറാമായ, നിഷിദ്ധമായ ഒരു കാര്യമല്ല, മറിച്ച് ഒഴിവാക്കുന്നതാണ് ഉചിതം എന്ന കറാഹത്തിന്റെ അഭികാമ്യമല്ലാത്തത് പരിധിയിലാണ് വരുന്നത്. 4. സമയത്തിന്റെ അനുഗ്രഹം, ബറക. അസറിന് ശേഷമുള്ള സമയം പ്രാർത്ഥനകൾക്കും വിക്റുകൾക്കും ഏറെ പ്രാധാന്യമുള്ള സമയമാണ്. പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ സമയത്ത് ഉറങ്ങാതെ ഉന്മേഷത്തോടെ ഇരിക്കുന്നത് മനസ്സിന് കൂടുതൽ തെളിച്ചം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഇത് കർശനമായ ഒരു മതവിലക്കല്ല, മറിച്ച് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാനും സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനുമുള്ള ഒരു നിർദ്ദേശമാണ്. ജോലിഭാരം കൊണ്ടോ ശാരീരിക അവശത കൊണ്ടോ ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. അസറിന് ശേഷമുള്ള സമയം, അതായത് വൈകുന്നേരത്തെ ഉറക്കത്തെക്കുറിച്ച് ലേറ്റ് ആഫ്റ്റർനൂൺ നാപ്പ്, ആധുനിക ശാസ്ത്രത്തിന് വ്യക്തമായ ചില നിരീക്ഷണങ്ങളുണ്ട്. മതപരമായ കാഴ്ചപ്പാടുകൾക്ക് പുറമെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കാം. 1. സർക്കേഡിയൻ റിഥം തടസ്സപ്പെടുന്നു. നമ്മുടെ ശരീരത്തിന് പ്രകൃതിദത്തമായ ഒരു ഉറക്ക ഉണർവ് ചക്രമുണ്ട്, ഇന്റേണൽ ക്ലോക്ക്. വൈകുന്നേരം ഉറങ്ങുന്നത് ഈ ചക്രത്തെ തെറ്റിക്കുന്നു. ഇത് രാത്രി കൃത്യസമയത്ത് ഉറക്കം വരുന്നത് തടയുകയും ഇൻസോംനിയ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. 2. സ്ലീപ്പ് ഇനർഷ്യ. വൈകുന്നേരം ഉറങ്ങി ഉണരുമ്പോൾ അനുഭവപ്പെടുന്ന കഠിനമായ മന്ദതയെയും തലവേദനയെയും ശാസ്ത്രം സ്ലീപ്പ് ഇനർഷ്യ എന്ന് വിളിക്കുന്നു. ഉച്ചയുറക്കം 20 മുതൽ 30 വരെ മിനിറ്റിൽ കൂടുകയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ആണെങ്കിൽ മസ്തിഷ്കം ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക്, ഡീപ് സ്ലീപ്പ് കടക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഉണരുന്നത് തലച്ചോറിന് ഒരു തരം ഹാങ് ഓവർ ഉണ്ടാക്കുകയും ചിന്താശേഷിയെ താൽക്കാലികമായി ബാധിക്കുകയും ചെയ്യും. 3. മാനസികാരോഗ്യം, മൂഡ് ആൻഡ് ആൻസൈറ്റി. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് വൈകുന്നേരത്തെ ഉറക്കമുണരുമ്പോൾ വലിയ തോതിലുള്ള അസ്വസ്ഥതയും ഡിസോറിയന്റേഷൻ, ചെറിയ രീതിയിലുള്ള വിഷാദവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ്. വെളിച്ചം കുറയുന്ന സമയത്ത് ഉറക്കമുണരുന്നത് മെലാറ്റോണിൻ ഹോർമോണിന്റെ അളവിൽ മാറ്റം വരുത്തുന്നത് ഇതിന് കാരണമായേക്കാം. 4. ഹൃദയാരോഗ്യം. ചില പഠനങ്ങൾ പ്രകാരം, ഉദാഹരണത്തിന് ഗ്രീസിലും മറ്റും നടന്ന പഠനങ്ങൾ, ഉച്ചയ്ക്ക് ശേഷമുള്ള ദീർഘനേരത്തെ ഉറക്കം രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിന്റെ സ്വാഭാവിക താളത്തെ ബാധിച്ചേക്കാം. ആരോഗ്യകരമായ ഉറക്കത്തിന് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത് ഉച്ചയുറക്കം, പവർ നാപ്പ്. ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കുമിടയിൽ പരമാവധി 20 മിനിറ്റ് ഉറങ്ങുന്നത് ഉന്മേഷം നൽകും. വൈകുന്നേരം ഒഴിവാക്കുക. 4 മണിക്ക് ശേഷമുള്ള ഉറക്കം രാത്രിയിലെ ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കും. ചുരുക്കത്തിൽ അസറിന് ശേഷം ഉറങ്ങുന്നത് ബുദ്ധിക്ക് മന്ദതയുണ്ടാക്കുമെന്ന മതപരമായ നിരീക്ഷണം ശാസ്ത്രീയമായി സ്ലീപ്പ് ഇനർഷ്യ എന്ന അവസ്ഥയുമായി ചേർന്നു നിൽക്കുന്നു.